ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഏതൊക്കെ ടൈപ്പ് ടാക്സുകളുണ്ട്, ഇൻകം ടാക്സ് എന്താണ്, ഇൻകം ടാക്സിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ്, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഫിനാൻസ് ടാക്സ് റൂൾസ് ആൻഡ് ഫിനാൻസ് സർക്കുലേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതുപോലെ ഇൻകം ടാക്സ് ലോനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ എന്താണ് ടാക്സ് എന്നുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞതാണ്. ഇന്നിനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, സെക്ഷൻ 2-ലാണ് സാധാരണഗതിയിൽ എല്ലാ ആക്ടിലും ഡെഫിനിഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുള്ളത്. അതുപോലെ ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 2-ൽ നമ്മളുടെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ബേസിക് കാര്യങ്ങളുടെ ഡെഫിനിഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിലുള്ള പ്രധാനപ്പെട്ട ഡെഫിനിഷൻസാണ് നമ്മൾ ഇന്നു മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ടേമാണ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള ടേംസാണ് അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, ഫിനാൻഷ്യൽ ഇയർ എന്നൊക്കെ പറയണത്. അതിൽ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നോക്കുക, അസസ്മെൻറ്റ് ഇയർ മീൻസ് ദ പീരിയഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് എവറി ഇയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന ഏപ്രിൽ 1 മുതൽ ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന മാർച്ച് 31 വരെയാണ് ഒരു അസസ്മെൻറ്റ് ഇയർ ഉണ്ടാവുക. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ മീനിങ് ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് ഇൻകം ജസ്റ്റ് ആഫ്റ്റർ ദ പ്രീവിയസ് ഇയർ എന്നുള്ളതാണ്. പ്രീവിയസ് ഇയറിൻ്റെ നെക്സ്റ്റ് ഇയറാണ് എന്ത് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസസ്മെൻറ്റ് ഇയറിലാണ് നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം ഉണ്ടായിട്ടുള്ള എല്ലാ ഇൻകംസിൻ്റെയും നമ്മൾ അസസ് ചെയ്യണത്, കമ്പ്യൂട്ട് ചെയ്തിട്ട് എത്ര ടാക്സ് കൊടുക്കാനുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്ന വർഷമാണ് പ്രീവിയസ് ഇയർ. ഓക്കെ, ഇൻകം ഏൺ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ ആണ് പ്രീവിയസ് ഇയർ. ആ ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് ടാക്സ് എത്ര ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന അസസ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഇയറാണ് അസസ്മെൻറ്റ് ഇയർ. അതുകൊണ്ട് എല്ലാ വർഷങ്ങളും എല്ലാ ഫിനാൻഷ്യൽ ഇയറും എന്തായിരിക്കും? പ്രീവിയസ് ഇയറും അസസ്മെൻറ്റ് ഇയറും ആയിരിക്കും. എങ്ങനെ? ഇപ്പോൾ 2019 ഏപ്രിൽ 1 മുതൽ 2020 മാർച്ച് 31 വരെയുള്ള ഫിനാൻഷ്യൽ ഇയർ ആണല്ലോ ഇപ്പോൾ കഴിഞ്ഞു പോയ ഫിനാൻഷ്യൽ ഇയർ. ആ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് പിന്നെ ഒരുപാട് ഇൻകംസ് ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായ ഇൻകംസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യലും അതിൽ ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യലും അതിന് ടാക്സ് പേയ്മെൻറ്റ് നിർബന്ധമാവുന്നതൊക്കെ 2020-2021 ഫിനാൻഷ്യൽ ഇയറിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ 2019-20 ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിട്ടുള്ള ഇൻകംസിനെ അസസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് 2019-20 ഫിനാൻഷ്യൽ ഇയർ ഇൻകം ഏൺ ചെയ്യുന്ന വർഷമാണ് അതാണ് പ്രീവിയസ് ഇയർ. ആ പ്രീവിയസ് ഇയറിൻ്റെ അസസ്മെൻറ്റ് ഇയർ 2020 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെയുള്ള ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2020-21 അസസ്മെൻറ്റ് ഇയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019-20 ഫിനാൻഷ്യൽ ഇയറിലുണ്ടായിട്ടുള്ള ഇൻകം എത്ര ഉണ്ട്, അതിൻ്റെ ടാക്സ് എത്ര എന്നൊക്കെയുള്ള അസസ് ചെയ്യുന്നത് 2020-21 എന്നർത്ഥം. ഇപ്പോൾ ക്ലിയർ ആയല്ലോ ഫിനാൻഷ്യൽ ഇയർ എന്താണ്, അസസ്മെൻറ്റ് ഇയർ എന്താണെന്നുള്ളത്. അതുകൊണ്ട് എല്ലാ ഫിനാൻഷ്യൽ ഇയറും അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയർ ആവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പോൾ നമ്മൾ ഈ വർഷം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് 2020-21 നമ്മളെ സംബന്ധിച്ച് അസസ്മെൻറ്റ് ഇയർ ആണ് ഫോർ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അസസ്മെൻറ്റ് ഇയർ ആണ് ഈ വർഷം. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. എങ്ങനെ? 2020 ഏപ്രിൽ 1 മുതൽ ഇൻകം ഏൺ ചെയ്ത് നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ അങ്ങനെ ഏപ്രിലും മെയ്യും കഴിഞ്ഞു, ഇനി ജൂണിൽ നമ്മൾ ഇൻകം ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ജൂലൈ, ഓഗസ്റ്റിൽ ഈ വർഷം മുഴുവനായിട്ട്, ഈ ഫിനാൻഷ്യൽ ഇയറിൽ മുഴുവനായിട്ട് ആളുകൾ ഇൻകം ഏൺ ചെയ്യും. അതിൻ്റെ ടാക്സ് നമ്മൾ ഈ വർഷമല്ല കമ്പ്യൂട്ട് ചെയ്യുക, അത് അടുത്ത 2021-22 ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ അത് കമ്പ്യൂട്ട് ചെയ്യുക. അതുകൊണ്ട് ഇപ്പോൾ 2020-21 ഫിനാൻഷ്യൽ ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് അത് തന്നെയാണ് പ്രീവിയസ് ഇയർ. മനസ്സിലായല്ലോ? ഇപ്പോൾ 2020-21 ഫിനാൻഷ്യൽ ഇയർ, ഈ ഫിനാൻഷ്യൽ ഇയർ ഒരു പ്രീവിയസ് ഇയർ ആണ്. ഏതിന്?
ഈ വർഷം ഏൺ ചെയ്യുന്ന ഇൻകത്തിന് പ്രീവിയസ് ഇയർ ആണ്. പക്ഷേ ഇതേ വർഷം ഒരു അസസ്മെൻറ്റ് ഇയർ ആണ് എന്തിന്, കഴിഞ്ഞ വർഷം ഏൺ ചെയ്ത ഇൻകത്തിന് ഈ വർഷം ഒരു അസസ്മെൻറ്റ് ഇയർ ആണ്. അപ്പോൾ എല്ലാ വർഷങ്ങളും എന്തെന്നായിരിക്കും, പ്രീവിയസ് ഇയറും അസസ്മെൻറ്റ് ഇയറും ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് ഇതിൽ വായിച്ചിട്ട് കിട്ടുന്നുണ്ടല്ലോ. പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദി അസസ്മെൻറ്റ് ഇയർ. ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ് ഈസ് നോൺ ആസ് പ്രീവിയസ് ഇയർ ആൻഡ് ദ നെക്സ്റ്റ് ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് അസസ്ഡ് ഈസ് നോൺ ആസ് അസസ്മെൻറ്റ് ഇയർ. ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് on the total income of the previous year at the rate prescribed by the relevant finance act for the assessment year. ഓരോ അസസ്മെൻറ്റ് ഇയറിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യും, പിന്നെ ഓരോ ഫിനാൻസ് ആക്ടിലും ഓരോ റേറ്റുകൾ പറയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 2020 ഫെബ്രുവരിയിൽ എന്ത് വന്നിട്ടുണ്ട്, 2020 ഫെബ്രുവരിയിൽ ഫിനാൻസ് ആക്ട് വന്നിട്ടുണ്ട്. 2020 ഫെബ്രുവരിയിൽ ഒരു ഫിനാൻസ് ആക്ട്, നമ്മുടെ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ വരുന്ന ഫിനാൻസ് ആക്ട്. ആ ഫിനാൻസ് ആക്ടിൽ ഒരുപാട് റേറ്റും കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ എങ്ങനെയാണ് ടാക്സ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ്, എത്രയാണ് അതിൻ്റെ റേറ്റ്, ടാക്സിൻ്റെ സ്ലാബ് എത്ര എന്നൊക്കെ പറയും. അത് ഏത് അസസ്മെൻറ്റ് ഇയറിനാണ് ബാധകം? അത് 2020-21 പ്രീവിയസ് ഇയർ, 2021-22 അസസ്മെൻറ്റ് ഇയറിനാണ് ബാധകം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെബ്രുവരിയിൽ വരുന്ന തീരുമാനങ്ങൾ ആ മാർച്ച് മുതൽ തുടങ്ങുന്ന പ്രീവിയസ് ഇയറിനായിരിക്കും ബാധകം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഏത് ഫിനാൻസ് ആക്ട് ആയിരിക്കും ബാധകം? 2019 ഫെബ്രുവരിയിൽ വന്നിട്ട് ബജറ്റിൽ വന്നിട്ടുള്ള ഫിനാൻസ് ആക്ട് ആയിരിക്കും നമ്മളെ സംബന്ധിച്ച് ബാധകം. അതാണ് നമ്മൾ പഠിക്കുക. ഇനി ഈ വർഷത്തെ ഫിനാൻസ് ആക്ട് ആരാ പഠിക്കുക? ഈ വർഷത്തെ അടുത്ത വർഷം അസസ്മെൻറ്റ് ഇയറിൽ, അടുത്ത വർഷത്തെ അസസ്മെൻറ്റ് ഇയർ പഠിക്കുന്ന കുട്ടികളായിരിക്കും അത് പഠിക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നോക്കുക, ഈ ഞാൻ പറഞ്ഞല്ലോ ഓരോ വർഷവും നമ്മൾ ഉണ്ടാക്കുന്ന ഇൻകത്തിന്, ഇപ്പോൾ നമ്മൾ 2019-20 വർഷങ്ങളിൽ നമ്മൾ ഉണ്ടായിട്ടുള്ള നമ്മളുടെ ഇൻകത്തിന്, നമ്മുടെ പ്രീവിയസ് ഇയർ അതാണ്, ആ വർഷങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് അതിന് തൊട്ടടുത്തുള്ള വർഷമാണ്. 2020-21 ഫിനാൻഷ്യൽ ഇയറിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ അസസ്മെൻറ്റ് ഇയറിലാണ്. പക്ഷേ നമ്മൾ അതൊരു ജനറൽ റൂളാണ്. ആ ജനറൽ റൂളിന് ചില എക്സംഷൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ഏൺ ചെയ്യുന്ന അതേ വർഷം തന്നെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്ന കുറച്ച് ഇൻകംസ് ഉണ്ട്. അതാണ് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ് സെക്ഷൻ 172 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻകം ഓഫ് പേഴ്സൺസ് ലീവിംഗ് ഇന്ത്യ, ഇൻകം ഓഫ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ആൻ ആർട്ടിഫിഷ്യൽ ജുറിഡിഷ്യൽ പേഴ്സൺ ഫോംഡ് ഫോർ എ പെർട്ടിക്കുലർ ഇവൻറ്റ്. ഒരു പ്രത്യേക ഇവൻറ്റിന് വേണ്ടി ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു വെഞ്ചർ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പ് ആ ഒരൊറ്റ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നാണ് വരുമാനത്തിന് ആ വർഷം തന്നെ ടാക്സ് കൊടുക്കണം, അടുത്ത വർഷം അല്ല എന്നർത്ഥം. കാരണം ആ ഗ്രൂപ്പ് ആ വർഷം തന്നെ ഒരു പക്ഷേ പിരിച്ചു വിട്ടേക്കാം. അതാണ് ഫോർ എ പെർട്ടിക്കുലർ ഇവൻ്റ് എന്ന് പറഞ്ഞത്. പിന്നെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് എന്ന് നമ്മളുടെ അസസിങ് ഓഫീസർ സംശയിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ വർഷം തന്നെ എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് ചാർജ് ചെയ്യാം. ഓൺ ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, അങ്ങനത്തെ സാഹചര്യങ്ങളിലും ആ വർഷം തന്നെ നമ്മൾ ടാക്സ് ചാർജ് ചെയ്യും. അത് നമ്മുടെ ജനറൽ റൂളിൻ്റെ ഒരു എക്സംഷൻസ് ആണ്. എന്താണ് ജനറൽ റൂൾ? ജനറൽ റൂള് ഒരു വർഷം ഉണ്ടാക്കുന്ന ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതും അസസ് ചെയ്യേണ്ടതും അടുത്ത വർഷമാണ്. എക്സംഷൻസ് എന്താണ്? ഒരു വർഷം ഉണ്ടാക്കുന്ന ഇൻകം, ഉണ്ടാക്കുന്ന ഇൻകത്തിന് ആ വർഷം തന്നെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട സാഹചര്യം, അതാണ് എക്സംഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അടുത്ത ഡെഫിനിഷനാണ് ഫിനാൻഷ്യൽ ഇയർ. അക്കോർഡിംഗ് ടു സെക്ഷൻ 221 ഓഫ് 221 അല്ല 2 സബ്സെക്ഷൻ 21 ഓഫ് ജനറൽ ക്ലോസ് ആക്ട് 1897 ഫിനാൻഷ്യൽ ഇയർ മീൻസ്. ഫിനാൻഷ്യൽ ഇയർ എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 1 ഏപ്രിൽ തൊട്ട് 31 മാർച്ച് വരെയാണ്. ഇറ്റ് പ്ലേസ് ഡുവൽ റോൾ അസസ്മെൻറ്റ് ഇയർ ആസ് വെൽ ആസ് പ്രീവിയസ് ഇയർ. അത് ഞാൻ പറഞ്ഞു, എല്ലാ ഫിനാൻഷ്യൽ ഇയറും എന്തായിരിക്കും, ഒരു അസസ്മെൻറ്റ് ഇയറും ആയിരിക്കും, അതുപോലെ പ്രീവിയസ് ഇയറും ആയിരിക്കും. ഓക്കെ. അതിൻ്റെ എക്സാമ്പിൾ ഫിനാൻഷ്യൽ ഇയർ 2020-21. ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ 2020 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെയുള്ള ഫിനാൻഷ്യൽ ഇയർ ഈസ് ദ അസസ്മെൻറ്റ് ഇയർ ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20. ഇപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അസസ്മെൻറ്റ് ഇയർ ആണ് നമ്മുടെ 2021 എന്ന് പറയുന്നത്. അതുപോലെ ഈ 2020-21 പ്രീവിയസ് ഇയർ ആയിരിക്കും എന്തിന്, ഫോർ ദ നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയർ 2021-22 അസസ്മെൻറ്റ് ഇയറിന് ഈ വർഷം എന്തായിരിക്കും, പ്രീവിയസ് ഇയർ ആയിരിക്കും. ഓക്കെ. ക്ലിയർ. ഇനി അടുത്ത ഡെഫിനേഷൻ നോക്കുക.
പേഴ്സൺ, ഒരു പേഴ്സൺ ആണല്ലോ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. ആരാണ് പേഴ്സൺ, എന്താണ് പേഴ്സൺ? അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വൽ എന്താണ്, ഒരു പേഴ്സൺ ആണ്. അതുപോലെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഒരു പേഴ്സൺ ആണ്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിവൈഡ് ചെയ്യപ്പെടുന്ന കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അതൊരു പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും അത്തരം കൾച്ചറുകൾ ഉണ്ടാവാം. അപ്പോൾ ആ കുടുംബത്തിന് ഒരു കുടുംബനാഥൻ ഉണ്ടാവും, ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന, ഒരു കുടുംബ കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ, അതിന് കർത്ത എന്നാണ് പറയുക. അപ്പോൾ ആ കർത്ത കുടുംബത്തിൻ്റെ നേതാവാണ്. ആ കർത്തനെയാണ് നമ്മൾ എന്താക്കുക, നമ്മൾ പേഴ്സണായിട്ട് ആ കർത്തയാണ് ആ കുടുംബത്തിൻ്റെ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളത്. അതുപോലെ കമ്പനി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, നിങ്ങൾക്കറിയാം. കമ്പനി എന്തിനാണ്, ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് കമ്പനിയും ഒരു പേഴ്സൺ ആണ് അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 31. അതുപോലെ ഫേം, പിന്നെ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. ഇപ്പോൾ നമ്മളൊരു ക്ലബ്ബ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ ഒരു കമ്പനിയായിട്ടോ ഫേമായിട്ടോ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെറിയൊരു ഇവൻറ്റ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകൾ. ഇപ്പോൾ ഈ ക്ലബ്ബുകളൊക്കെ ഒരു പക്ഷേ അങ്ങനെയുള്ളതാണ്, നമ്മൾ അതിന് രജിസ്റ്റർ ചെയ്യണില്ല. അപ്പോൾ പക്ഷേ ക്ലബ്ബിന് നമ്മൾ ടാക്സ് ഒന്നും കൊടുക്കാനില്ല. പക്ഷെ നമ്മളതിന് വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യേണ്ടി വരും, അതിന് ടാക്സിന് ആ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്താണ് റെസ്പോൺസിബിൾ ആണ്. അതുപോലെ ലോക്കൽ അതോറിറ്റി എന്താണ്, ഒരു പേഴ്സൺ ആണ്. അതുപോലെ എവറി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി ഒക്കെ പോലുള്ളത് നമ്മളൊരു ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാകുന്ന ഇൻകത്തിന് യൂണിവേഴ്സിറ്റി എന്താണ്, യൂണിവേഴ്സിറ്റി ഹാസ് ടു പേ ടാക്സ്. അപ്പോൾ ടാക്സ് കൊടുക്കണോ വേണ്ട എന്നുള്ളതല്ല, പകരം പേഴ്സൺ എന്നുള്ള നിലക്ക് പേഴ്സൺ ആയിട്ട് ഇൻകം ടാക്സ് ആക്ടിൽ എന്താക്കിയപ്പെട്ടിട്ടുണ്ട്, അത് കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ യൂണിവേഴ്സിറ്റി എന്നുള്ള എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം അത് ലോ പ്രകാരം ഉണ്ടാക്കുന്ന സംഭവമാണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നോക്കുക, അടുത്ത ഡെഫിനിഷൻ നോക്കുക. അസസി. എന്താണ് അസസി? അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പേഴ്സണും അസസിയാണ്. എങ്ങനെയാണെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇൻകം ടാക്സുമായി അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് കൊടുക്കലോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റി നമുക്ക് ഫൈൻ ഇടുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇൻകം ടാക്സ് അതോറിറ്റിയുമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു അസസിയാണ്. ഇനി അതിൻ്റെ മീനിങ് 2 സബ്സെക്ഷൻ 7 പറഞ്ഞിട്ടുള്ള മീനിങ് നോക്കുക. എ പേഴ്സൺ ബൈ ഹും എനി ടാക്സ് ഓർ അതർ സം ഓഫ് മണി ഈസ് പേയബിൾ അണ്ടർ ദി ആക്ട് പ്രകാരം നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളൊരു അസസിയാണ്. പിന്നെ എ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹും എനി പ്രൊസീഡിങ്സ് അണ്ടർ ദി ആക്ട് ഹാസ് ബീൻ ടേക്കൺ ഏതർ ഫോർ ദി അസസ്മെന്റ് ഓഫ് ഹിസ് ഇൻകം ഓർ എനി അതർ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹും ദിസ് പേഴ്സൺ ഈസ് അസസബിൾ ഓർ ദി amount of refund due to him or to such other person. നമ്മൾ ഒരാളുടെ പേരിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും നടപടി എടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം വേറെ ആരുടെയെങ്കിലും ഇൻകത്തിന് റെസ്പോൺസിബിൾ ആയിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ടാക്സ് അതോറിറ്റിക്ക് എന്തെങ്കിലും നമ്മൾ റീഫണ്ട് കൊടുക്കാനുണ്ടായിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്തുതന്നെയാണ്, നമ്മൾ അസസി തന്നെയാണ്. എവറി പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി. നമ്മൾ അസസി ആയിട്ട് പരിഗണിക്കപ്പെടുന്ന ആളുകളും എന്തുതന്നെയാണ്, അസസി തന്നെയാണ്. എന്താണ് അസസി ആയിട്ട് പരിഗണിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസസി ആയിട്ട് പരിഗണിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മളുടെ ഒരു വീട്ടിലുള്ള ഒരു കാർന്നോർ മരിക്കുകയാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ അയാൾ വിൽപ്പത്രം എഴുതി വെക്കും, ഇന്ന ആളാണ് എൻ്റെ സ്വത്തിൻ്റെ കൈകാര്യകർത്താക്കൾ എന്ന് പറഞ്ഞിട്ട് വിൽപ്പത്രം എഴുതും. അങ്ങനെയാണെങ്കിൽ സ്വത്തിൻ്റെ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് അയാൾ ആരെയാണോ ഏൽപ്പിച്ചിട്ടുള്ളത് അയാളാണ്. അപ്പോൾ വേറൊരാളുടെ ഇൻകത്തിന് ഇയാളാണെന്ത് അസസി ആയിട്ട് പരിഗണിക്കപ്പെടുന്നത്. അതാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. അസസി, ഡീംഡ് അസസി. ഓക്കെ, എവറി പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡിഫോൾട്ട്. അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വാട്ട് ഈസ് അസസി ഇൻ ഡിഫോൾട്ട്? അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസസി, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും അസസീസിൽ പെട്ടിട്ടുള്ള ആരെങ്കിലും ഒരാൾ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ഡ്യൂട്ടി നമ്മൾ ചെയ്യാൻ ഡീഫോൾട്ടാകുക, നമ്മൾ ചെയ്യാതിരിക്കുക, ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ഡീഫോൾട്ടായല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അസസിന് ഇപ്പോൾ നമ്മൾ റീഫണ്ട് കൊടുക്കാനുണ്ട്, നമ്മൾ റീഫണ്ട് കൊടുത്തിട്ടില്ല. പെനാൽറ്റി കൊടുക്കാനുണ്ട്, പെനാൽറ്റി കൊടുത്തിട്ടില്ല. ടാക്സ് കൊടുക്കാനുണ്ട്, ടാക്സ് കൊടുത്തിട്ടില്ല. വേറൊരാളുടെ ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കാൻ റെസ്പോൺസിബിൾ ആണ്, നമ്മളത് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്, അസസി ഇൻ ഡിഫോൾട്ടാണ്.
ക്ലിയർ ആയല്ലോ? ഇതാണ് SSE എന്നുള്ളതിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 7ലുള്ള മീനിങ്. ക്ലിയർ? ഇനി ഡീംഡ് അസസിയും അസസിയും ഡീഫോൾട്ടും ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എ പേഴ്സൺ ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഫോർ സം അതർ പേഴ്സൺ ഈസ് കോൾഡ് ഡീംഡ് അസസി. എൻ്റെ എക്സാമ്പിളാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് വിൽപ്പത്രത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. ദെൻ അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡൂയിങ് എനി വർക്ക് അണ്ടർ ദി ആക്ട് ആൻഡ് ഹി ഫെയിൽസ് ടു ഡു ഇറ്റ്, ഹി ഈസ് കോൾഡ് അസസി ഇൻ ഡീഫോൾട്ട്. ക്ലിയർ? ഓക്കെ, ദാറ്റ്സ് ആൾ. താങ്ക് യു. ഇന്നിപ്പോൾ നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ. നാളെ നമുക്ക് നമ്മുടെ ഇൻകം എന്താണ്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്, ടോട്ടൽ ഇൻകം എന്താണ്, അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് നാളെ പഠിക്കാം. ദാറ്റ്സ് ആൾ. താങ്ക് യു.